അപ്പൊ അപ്പൊ എല്ലാവരും ഒത്തിരി സന്തോഷം അറിയിക്കാണ്. അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നത്. ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ, അല്ലേ? അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം. ലൈവ് കാണുന്ന എത്ര പേരുണ്ട്? അനുമോൾ സ്വയം എയറിൽ കയറാനായിട്ടുള്ള വകുപ്പുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്റ്റേജിലൊക്കെ കയറിയിട്ട് ഒരു മൈക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് വായ്ത്താളം ഇടുന്ന അതിൽ ഓരോന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കൊണ്ടൊക്കെ ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ എയറിൽ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. പ്രത്യേകിച്ച് ഓൾറെഡി ഇപ്പോൾ എയറിലാണ് പല രീതിയിലും. അപ്പോൾ ഇനിയും കൂടുതൽ എയറിൽ കയറണമെന്ന് സ്വയമേ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അത് അതിൻ്റെതായ രീതിക്ക് നടന്നു പോകും. കാരണം ഈ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ എന്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ നേടിയെടുത്ത ഒരു വലിയ കപ്പാണിതെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? നിങ്ങൾ പറയൂ, ലൈവ് കണ്ടവരല്ലേ, നിങ്ങൾ പറയൂ. ആകെ 3-4 പേരാണ് എന്നിട്ട് അതിന് മറുപടി നൽകിയതായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് നോക്കണേ. ഇതുപോലെ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിൽ അവരിൽ നിന്ന് മറുപടിയൊക്കെ വാങ്ങിച്ച് ഒരു വിന്നറിൻ്റെ ദയനീയ അവസ്ഥ കാണണമെങ്കിൽ അത് അനുമോളുടെ ആ ഒരു അവസ്ഥ തന്നെ കാണണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. സ്വയമേ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് അവരുടെ അടുത്തൊക്കെ? അപ്പോൾ സ്വയമേ വിശ്വാസം ഇല്ല, ഞാൻ എങ്ങനെ നേടിയതാണ് എന്ന് ചിലപ്പോൾ സ്വയം ബോധ്യം കാണും. പക്ഷേ ജനങ്ങൾ വിട്ടികളല്ല അനുമോൾ, പ്ലീസ്. നിങ്ങൾ കപ്പ് നേടി, ശരി, സമ്മതിച്ചു. നിങ്ങൾ ഇതുപോലുള്ള ഡയലോഗൊക്കെ കയറി സ്റ്റേജിൽ അടിക്കുമ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊട്ടന്മാരല്ല ചിലപ്പോൾ പ്രതികരിച്ചു പോയെന്ന് വരും. നിങ്ങൾ എങ്ങനെയാണ് ഈ കപ്പ് നേടിയെന്നുള്ളത്, നിങ്ങൾ എന്ത് സ്ട്രഗിളാണ് അവിടെ ഇതായിട്ടുള്ളതെന്നുള്ളതും, നിങ്ങൾ എന്ത് ഫൈറ്റാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ളതും ലൈവ് കണ്ട ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് പുറത്ത് ആ ഒരു തരത്തിൽ നടന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എതിരെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു തരത്തിലോട്ട് ആക്കുന്നു, അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ഈ പറയുന്ന അനുമോൾ എന്തൊക്കെ തരം പരിപാടികളാണ് ഒപ്പിച്ച് വച്ചിട്ടുള്ളത്. ഇതൊക്കെ അറിയാവുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന്. കുറച്ചെങ്കിലും ഒന്ന് പൊടിക്കൊന്ന് അടങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഏറി നിൽക്കുന്നത് നേരെ ബഹിരാകാശത്തേക്ക് പോകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ ട്രോളന്മാരാക്കിയെന്ന് വരും. ദയവ് ചെയ്ത് നിങ്ങൾ കപ്പും കൊണ്ട് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ലാതെ ഇതുപോലെ മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഇതുപോലുള്ള ഡയലോഗൊക്കെ കാച്ചി വിട്ട് കഴിഞ്ഞാൽ അത് വേറെ പല രീതിയിലും ട്രോളായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ നല്ല. അല്ലെങ്കിൽ പിന്നെ താഴെ ഇറങ്ങാനായിട്ട് നേരം കാണത്തില്ല. ഒരു കപ്പ് കിട്ടിയതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഏറിൽ കയറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ഒരു വല്ലാത്ത ഗതികേട് തന്നെ. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ സ്റ്റേജിൽ കയറി വന്നിട്ട് ചോദിക്കുവാണ് അങ്ങനെയല്ലേ, നിങ്ങൾ ലൈവ് കണ്ടതല്ലേ? നമ്മളെല്ലാവരും ലൈവ് കണ്ടതാണ്, 24 hours ലൈവ് കണ്ടതാണ്. അത് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓരോരുത്തർ എന്താ പറയുക നെഗറ്റീവും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നത്. ചുമ്മാ ഒന്നും ആരും ഒന്നും പറയത്തില്ല. ശരി, അവസാനം നിങ്ങൾക്ക് കപ്പ് കിട്ടി, അത് ഏത് തരത്തിലാണ് എന്നുള്ളതും പലർക്കും അറിയാം. നിങ്ങളുടെ PR എന്ന് പറയുന്ന വ്യക്തി പുറത്ത് ചെയ്ത കാര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യങ്ങളും സ്ട്രഗിളൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും എന്ത് സ്ട്രഗിളാണെന്ന് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത രീതിയിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പുറത്തെ PR-ന് ഇട്ടുകൊടുക്കുന്നതാണോ നിങ്ങൾ അവിടെ ചെയ്ത സ്ട്രഗിൾ എന്ന് പറയുന്നത്? അതല്ലെങ്കിൽ അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്ന് കരഞ്ഞ് മെഴുകുന്നതാണോ നിങ്ങൾ അവിടെ അനുഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്? അതുമല്ല, ഇനി അവിടെ ബാക്കിയുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഞാൻ മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു തരം അനാവശ്യ ചിന്താഗതിയാണോ നിങ്ങൾ അവിടെ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത്? സോ ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ഈ സ്റ്റേജിൽ ചെന്ന് വിളിച്ച് പറയാമല്ലോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണാം, അവർ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വരും. പക്ഷേ ഭൂരിഭാഗം പേരും പൊട്ടന്മാരല്ല എന്നുള്ള ആ ഒരു ചിന്ത കൂടി വേണമെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കപ്പ് കിട്ടി അതിൻ്റേതായ വഴിക്ക് പോവുക. അതല്ല ഇനി ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പോരാടി നേടിയതാണ് എന്ന് സ്ഥാപിച്ചിട്ടേ നിങ്ങൾ അടങ്ങത്തുള്ളൂ എങ്കിൽ പലതരത്തിലുമുള്ള ട്രോളുകൾ എയറിൽ കയറലുകൾ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് സ്വയമേ ഉണ്ടാക്കി വെക്കണോ? ഒരു പൊടിക്ക് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ആ വഴിയെ അങ്ങ് മാറിപ്പൊക്കോളും. അതല്ല ഇതെല്ലാം കൂടി എൻ്റെ നേർക്ക് തന്നെ വരണം എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തിനാണ് നിങ്ങൾ ജാതി പച്ച കള്ളങ്ങളെ വിളിച്ചു പോകുന്നത്? കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന അനുമോൾ അതിൻ്റെ അകത്ത് കാണിച്ച ഓരോ പ്രവർത്തികൾക്കും പുറത്ത് PR ആണ് അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടുള്ളത്. വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് PR ടീമാണ് അങ്ങേയറ്റം കഷ്ടപ്പെട്ടത്. കാരണം അമ്മാതിരി ചെയ്താണല്ലോ അവിടെ ചെയ്ത് കൂട്ടിയത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അനുമോളുടെ PR എന്ന് പറയുന്ന വിനു തന്നെ പച്ചയ്ക്ക് വന്നിരുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അതായത് ഞാനെന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ PR ആയിട്ട് ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ 50 ദിവസം തയ്ക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ 50 ദിവസം കഴിയുമ്പോഴത്തേക്കും നാണം കെട്ട് കരിയർ പോലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് 10 കൊല്ലത്തേക്ക് ഒരു തരത്തിലും അനങ്ങാൻ പറ്റാത്ത രീതിയിലോട്ട് അനുമോളുടെ ലൈഫ് മാറുമായിരുന്നു എന്ന്
ഈ പറയുന്ന വിനു തന്നെ വന്ന് പച്ചയ്ക്ക് പറയുന്നു. അപ്പൊ ആര് പറയുന്ന വിശ്വസിക്കണം? അപ്പോൾ ആരാണ് കഷ്ടപ്പെട്ടത്? വിനു അത്രയും കഷ്ടപ്പെട്ടു, അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതാ ഇപ്പൊ അനുമോൾ എന്ന് പറയുന്നത് ഞാനാണ് കഷ്ടപ്പെട്ടത്. ഇത് എന്തോന്നടി ഇത്? ചിരിക്കണോ അതോ കരയണോ? വല്ലാത്ത അവസ്ഥ തന്നെ, പരിതാപകരം എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല.